ചോദ്യം 1. 2 കൊരിന്തോസ് അധ്യായം 7 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 16 വാക്യങ്ങൾ. ചോദ്യം 2. 2 കൊരിന്തോസ് അധ്യായം 7 ശീർഷകം എന്ത്? ഉത്തരം പശ്ചാത്താപത്തിൽ സന്തോഷം. ചോദ്യം 3. 2 കൊരിന്തോസ് അധ്യായം 7 തുടക്കത്തിൽ പൗലോസ്ലീഹ കോരിന്തോസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം പ്രിയപ്പെട്ടവരെ. ചോദ്യം 4. എന്തിന്റെ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കാനാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 7:1 പറയുന്നത്? ഉത്തരം ശരീരത്തിന്റെയും ആത്മാവിന്റെയും. ചോദ്യം 5. വിശുദ്ധി പരിപൂർണമാക്കേണ്ടത് എന്തിലാണെന്നാണ് 2 കൊരിന്തോസ് 7:1 പറയുന്നത്? ഉത്തരം ദൈവഭയത്തിൽ. ചോദ്യം 6. ഞങ്ങൾക്ക് എവിടെ ഇടമുണ്ടായിരിക്കട്ടെ എന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 7:2 പറയുന്നത്? ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിൽ. ചോദ്യം 7. എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് 2 കൊരിന്തോസ് 7:2 അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം ദ്രോഹിച്ചിട്ടില്ല, മുറിപ്പെടുത്തിയിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. ചോദ്യം 8. നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 7:3 പറയുന്നത്? ഉത്തരം ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും. ചോദ്യം 9. എനിക്ക് എന്തൊക്കെയുണ്ടെന്നാണ് 2 കൊരിന്തോസ് 7:4 അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നിങ്ങളിൽ ഉത്തമ വിശ്വാസവും നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവും. ചോദ്യം 10. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട്. ഞാൻ ഡാഷ് ആയിരിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ആശ്വാസഭരിതൻ. ചോദ്യം 11. ഞാൻ എന്തിൽ ആനന്ദപൂരിതനാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 7:4 പറയുന്നത്? ഉത്തരം ഞങ്ങളുടെ ക്ലേശങ്ങളിൽ. ചോദ്യം 12. എവിടെ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് വിശ്രമമില്ലായിരുന്നു എന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 7:5 പറയുന്നത്? ഉത്തരം മക്കെദോനിയായിൽ. ചോദ്യം 13. മക്കെദോനിയായിൽ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ക്ലേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് 2 കൊരിന്തോസ് 7:5 പറയുന്നത്? ഉത്തരം മത്സരവും ഭയവും. ചോദ്യം 14. ആരുടെ സാന്നിധ്യം വഴി ദൈവം ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 7:6 പറയുന്നത്? ഉത്തരം തീത്തോസിന്റെ. ചോദ്യം 15. എങ്ങനെയുള്ള ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് 2 കൊരിന്തോസ് 7:6 പറയുന്നത്? ഉത്തരം ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം. ചോദ്യം 16. തീത്തോസിന് നിങ്ങളെ പ്രതി ഉണ്ടായിരുന്ന എന്തും ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് അപ്പസ്തോലൻ കോരിന്തോസുകാരോട് പറഞ്ഞത്? ഉത്തരം സംതൃപ്തി. ചോദ്യം 17. നിങ്ങൾക്ക് എന്നോടുള്ള എന്തിനെപ്പറ്റി തീത്തോസ് പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം താൽപര്യം, സഹതാപം, തീഷ്ണത. ചോദ്യം 18. എന്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചതിൽ എനിക്ക് സങ്കടമില്ല എന്നാണ് അപ്പസ്തോലൻ
2 കൊരിന്തോസ് 7:8 പറയുന്നത്? ഉത്തരം എന്റെ എഴുത്ത്. ചോദ്യം 19. ഞാൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടല്ല എന്നാണ് 2 കൊരിന്തോസ് 7:9 പറയുന്നത്? ഉത്തരം നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ട്. ചോദ്യം 20. ഞാൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് 2 കൊരിന്തോസ് 7:9 പറയുന്നത്? ഉത്തരം നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. ചോദ്യം 21. നിങ്ങളുടെ ദുഃഖം ഡാഷ് ആയതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. പൂരിപ്പിക്കുക. ഉത്തരം ദൈവഹിതപ്രകാരം. ചോദ്യം 22. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്തു ജനിപ്പിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 7:10 പറയുന്നത്? ഉത്തരം രക്ഷാകരമായ പശ്ചാത്താപം. ചോദ്യം 23. ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തിൽ എന്തിനവകാശമില്ല എന്നാണ് 2 കൊരിന്തോസ് 7:10 പറയുന്നത്? ഉത്തരം ഖേദം. ചോദ്യം 24. ലൗകികമായ ദുഃഖം എന്തിലേക്ക് നയിക്കുമെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 7:10 പറയുന്നത്? ഉത്തരം മരണത്തിലേക്ക്. ചോദ്യം 25. എന്ത് മരണത്തിലേക്ക് നയിക്കുമെന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 7:10 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ലൗകികമായ ദുഃഖം. ചോദ്യം 26. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നത് കൂടാതെ എത്ര കാര്യങ്ങൾ നിങ്ങളിൽ ഉളവാക്കിയിരിക്കുന്നു എന്നാണ് 2 കൊരിന്തോസ് 7:11 പറയുന്നത്? ഉത്തരം 7 കാര്യങ്ങൾ. ആ 7 കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഉത്സാഹം, നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യം, ധാർമ്മിക രോഷം, ഭയം, ആകാംക്ഷ, തീഷ്ണത, നീതിവാഞ്ച. ചോദ്യം 27. എന്ത് എല്ലാ പ്രകാരത്തിലും തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 7:11 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നിങ്ങൾ നിർദോഷരാണെന്ന്. ചോദ്യം 28. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് ആരെയൊക്കെ പ്രതി അല്ല എന്നാണ് 2 കൊരിന്തോസ് 7:12 പറയുന്നത്? ഉത്തരം അപരാധം ചെയ്തവൻ, അപരാധത്തിനിരയായവൻ. ചോദ്യം 29. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം എവിടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയതെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 7:12 പറയുന്നത്? ഉത്തരം ദൈവസന്നിധിയിൽ. ചോദ്യം 30. അതിനും പുറമെ ഡാഷ് എന്റെ മനസ്സിന് നിങ്ങൾ എല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം തീത്തോസിന്റെ. ചോദ്യം 31. നിങ്ങളെ പ്രശംസിച്ച് ഞാൻ അവനോട് ചിലത് സംസാരിച്ചു എന്നതിൽ എനിക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല. പൗലോസ്ലീഹ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം തീത്തോസ്. ചോദ്യം 32. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ തീത്തോസിനോട് ഞങ്ങൾ മേനി പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ആരാണ്? ഉത്തരം കോരിന്തോസുകാർ. ചോദ്യം 33. തീത്തോസിനെ കോരിന്തോസുകാർ എങ്ങനെ സ്വീകരിച്ചതോർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം ഭയത്തോടും വിറയലോടും കൂടെ. ചോദ്യം 34. നിങ്ങൾ എല്ലാവരുടെയും ഡാഷിനെ കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെ കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു. പൂരിപ്പിക്കുക.
ഉത്തരം അനുസരണത്തെ. ചോദ്യം 35. എനിക്ക് എന്തുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 7:16 പറയുന്നത്? ഉത്തരം നിങ്ങളിൽ പരിപൂർണ വിശ്വാസം. ചോദ്യം 1. 2 കോരിന്തോസ് അധ്യായം 8 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 24 വാക്യങ്ങൾ. ചോദ്യം 2. 2 കോരിന്തോസ് അധ്യായം 8 എത്ര ശീർഷകങ്ങളായി തിരിച്ചിരിക്കുന്നു? ഉത്തരം 2 ശീർഷകങ്ങൾ. ചോദ്യം 3. 2 കോരിന്തോസ് അധ്യായം 8 1 മുതൽ 15 വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത്? ഉത്തരം ഉദാരമായ ദാനം. ചോദ്യം 4. 2 കോരിന്തോസ് അധ്യായം 8 തുടക്കത്തിൽ അപ്പസ്തോലൻ കോരിന്തോസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം സഹോദരരെ. ചോദ്യം 5. എവിടുത്തെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് കോരിന്തോസുകാർ അറിയണമെന്ന ആഗ്രഹമാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 8:1 പ്രകടിപ്പിച്ചത്? ഉത്തരം മക്കെദോനിയയിലെ. ചോദ്യം 6. മക്കെദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെപ്പറ്റി കോരിന്തോസുകാർ അറിയണമെന്ന ആഗ്രഹമാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 8:1 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ദൈവകൃപ. ചോദ്യം 7. മക്കെദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് ആരറിയണമെന്നാണ് പൗലോസ്ലീഹ ആഗ്രഹിച്ചത്? ഉത്തരം കോരിന്തോസുകാർ. ചോദ്യം 8. മക്കെദോനിയക്കാർ അനുഭവിക്കേണ്ടി വന്ന തീവ്രമായ പരീക്ഷ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം ക്ലേശങ്ങളുടെ. ചോദ്യം 9. മക്കെദോനിയക്കാർ അനുഭവിച്ച ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത് അവരുടെ എന്തായിരുന്നു? ഉത്തരം സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. ചോദ്യം 10. അവർ തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. ആര്? ഉത്തരം മക്കെദോനിയക്കാർ. ചോദ്യം 11. എന്തിനു വേണ്ടിയുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാക്കുകളാക്കണമെന്നാണ് മക്കെദോനിയക്കാർ അപ്പസ്തോലനോട് തീവ്രമായി അപേക്ഷിച്ചത്? ഉത്തരം വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള. ചോദ്യം 12. കോരിന്തോസുകാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ പൗലോസ്ലീഹ അഭ്യർത്ഥിച്ചത് ആരോടാണ്? ഉത്തരം തീത്തോസിനോട്. ചോദ്യം 13. കാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ചു നിൽക്കുവാൻ കോരിന്തോസുകാരെ ആഹ്വാനം ചെയ്യുന്ന പൗലോസ്ലീഹ അവർ മികച്ചു നിൽക്കുന്ന എത്ര കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? ഉത്തരം 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. 1. വിശ്വാസം. 2. പ്രഭാഷണം. 3. വിജ്ഞാനം. 4. സമ്പൂർണമായ ഉത്സാഹം. 5. തങ്ങളോടുള്ള സ്നേഹം. ചോദ്യം 14. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് എന്തിലൂടെ തെളിയിക്കുകയാണ് എന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 8:8 പറയുന്നത്? ഉത്തരം മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ. ചോദ്യം 15. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, നിങ്ങളുടെ ഡാഷ് യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. പൂരിപ്പിക്കുക. ഉത്തരം സ്നേഹം. ചോദ്യം 16.
ആരുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 8:9 പറയുന്നത്. ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ. ചോദ്യം 17. സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായത് ആരാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം യേശു ക്രിസ്തു. ചോദ്യം 18. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച ഡാഷ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. പൂരിപ്പിക്കുക. ഉത്തരം സന്നദ്ധത. ചോദ്യം 19. ഒരുവന്റെ കഴിവിനനുസരിച്ച് നൽകുന്ന ദാനം ദൈവം സ്വീകരിക്കണമെങ്കിൽ അത് എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം താൽപര്യത്തോടെ നൽകുന്നത്. ചോദ്യം 20. ദൈവം ദാനം സ്വീകരിക്കുമ്പോൾ കണക്കിലെടുക്കാത്തത് എന്താണ്? ഉത്തരം കഴിവില്ലായ്മ. ചോദ്യം 21. പരസ്പരം കുറവുകൾ നികത്തപ്പെടേണ്ടത് നിങ്ങളുടെയും അവരുടെയും എന്തിൽ നിന്നാണെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 8:14 പറയുന്നത്? ഉത്തരം സമൃദ്ധിയിൽ നിന്ന്. ചോദ്യം 22. പരസ്പരം കുറവുകൾ നികത്തുന്നതിലൂടെ എന്തുണ്ടാകണമെന്നാണ് അപ്പസ്തോലൻ ആഗ്രഹിക്കുന്നത്? ഉത്തരം സമത്വം. ചോദ്യം 23. 2 കോരിന്തോസ് 8:15 അനുസരിച്ച് ഒന്നും മിച്ചമില്ലാതിരുന്നത് ആർക്കാണ്? ഉത്തരം അധികം സമ്പാദിച്ചവന്. ചോദ്യം 24. 2 കോരിന്തോസ് അധ്യായം 8:16 മുതൽ 24 വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത്? ഉത്തരം തീത്തോസും സഹകാരികളും. ചോദ്യം 25. കോരിന്തോസുകാരെ കുറിച്ചുള്ള ആത്മാർത്ഥമായ താല്പര്യം എവിടെ ഉദിപ്പിച്ചതിനാണ് അപ്പസ്തോലൻ ദൈവത്തിന് നന്ദി പറഞ്ഞത്? ഉത്തരം തീത്തോസിന്റെ ഹൃദയത്തിൽ. ചോദ്യം 26. തീത്തോസ് ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊണ്ടതുകൂടാതെ മറ്റെന്തുകൂടി ചെയ്തു എന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 8:17 പറയുന്നത്? ഉത്തരം നിങ്ങളുടെ അടുത്തേക്ക് വന്നു. ചോദ്യം 27. തീത്തോസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എങ്ങനെയാണെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 8:17 പറയുന്നത്? ഉത്തരം ഉത്സാഹത്തോടെ, സ്വമനസാലെ. ചോദ്യം 28. തീത്തോസിനോടുകൂടെ ഞങ്ങൾ അയച്ച സഹോദരൻ എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയിരിക്കുന്നത് ഏതു കാര്യത്തിലാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം സുവിശേഷ പ്രഘോഷണത്തിൽ. ചോദ്യം 29. ഞങ്ങൾ നിർവഹിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെ വെളിപ്പെടേണ്ടതിന് വേണ്ടിയുള്ളതാണെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 8:19 പറയുന്നത്? ഉത്തരം കർത്താവിന്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും. ചോദ്യം 30. കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും ഡാഷ് ആയതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ. പൂരിപ്പിക്കുക. ഉത്തരം ആദരണീയം. ചോദ്യം 31. തീത്തോസിനോടും കൂട്ടരോടുമൊപ്പം തങ്ങൾ അയച്ച സഹോദരൻ ഇപ്പോൾ പൂർവോപരി ഉത്സാഹിയായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 8:22 പറയുന്നത്? ഉത്തരം നിങ്ങളുടെ ഉത്തമ വിശ്വാസം നിമിത്തം. ചോദ്യം 32. നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എന്റെ പങ്കുകാരനും സഹപ്രവർത്തകരുമാണ് അവൻ എന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം തീത്തോസിനെ പറ്റി. ചോദ്യം 33. ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ സഭകളുടെ അപ്പസ്തോലന്മാരും ഡാഷിന്റെ മഹത്വവുമാണ്. പൂരിപ്പിക്കുക. ഉത്തരം ക്രിസ്തുവിന്റെ. ചോദ്യം 34. ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിന്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഡാഷിന്റെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ. പൂരിപ്പിക്കുക.
ഉത്തരം പ്രശംസയുടെ. ചോദ്യം 1. 2 കൊരിന്തോസ് അധ്യായം 9 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 15 വാക്യങ്ങൾ. ചോദ്യം 2. 2 കൊരിന്തോസ് അധ്യായം 9 എത്ര ശീർഷകങ്ങളായി തിരിച്ചിരിക്കുന്നു? ഉത്തരം 1 ശീർഷകം. ചോദ്യം 3. 2 കൊരിന്തോസ് അധ്യായം 9 ശീർഷകം എന്ത്? ഉത്തരം വിശുദ്ധർക്കുള്ള ധനശേഖരണം. ചോദ്യം 4. ഞാൻ നിങ്ങൾക്ക് എന്തിനെപ്പറ്റി എഴുതേണ്ടതില്ല എന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് അധ്യായം 9 തുടക്കത്തിൽ പറയുന്നത്? ഉത്തരം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ. ചോദ്യം 5. നിങ്ങളുടെ എന്ത് എനിക്ക് ബോധ്യമുള്ളതാണ് എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 9:2 പറയുന്നത്? ഉത്തരം സന്നദ്ധത. ചോദ്യം 6. പൗലോസ്ലീഹ അക്കായിയായിലുള്ളവരെ പറ്റി പ്രശംസിച്ച് സംസാരിച്ചത് ആരോടാണ്? ഉത്തരം മക്കെദോനിയക്കാരോട്. ചോദ്യം 7. പൗലോസ്ലീഹ മക്കെദോനിയക്കാരോട് ആരുടെ സന്നദ്ധതയെ പറ്റിയാണ് സംസാരിച്ചത്? ഉത്തരം അക്കായിയായിലുള്ളവരുടെ. ചോദ്യം 8. നിങ്ങളുടെ എന്ത് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ടെന്നാണ് അപ്പസ്തോലൻ അക്കായിയായിലുള്ളവരോട് പറഞ്ഞത്? ഉത്തരം തീഷ്ണത. ചോദ്യം 9. നിങ്ങളെക്കുറിച്ചുള്ള എന്ത് നിരർത്ഥകമാകാതിരിക്കാനാണ് ഞാൻ സഹോദരന്മാരെ അയച്ചിരിക്കുന്നത് എന്നാണ് അപ്പസ്തോലൻ അക്കായിയായിലുള്ളവരോട് പറഞ്ഞത്? ഉത്തരം ഞങ്ങളുടെ പ്രശംസ. ചോദ്യം 10. മക്കെദോനിയക്കാർ നിങ്ങളെ എങ്ങനെ കണ്ടാൽ ഞങ്ങൾ അവമാനിതരാകുമെന്നാണ് അപ്പസ്തോലൻ അക്കായിയായിലുള്ളവരോട് പറഞ്ഞത്? ഉത്തരം ഒരുക്കമില്ലാത്തവരായി. ചോദ്യം 11. സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. അധ്യായവും വാക്യവും പറയുക. ഉത്തരം 2 കൊരിന്തോസ് 9:6. ചോദ്യം 12. ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 9:7 പറയുന്നത്? ഉത്തരം സ്വന്തം തീരുമാനമനുസരിച്ച്. ചോദ്യം 13. ആരെ ദൈവം സ്നേഹിക്കുമെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 9:7 പറയുന്നത്? ഉത്തരം സന്തോഷപൂർവ്വം നൽകുന്നവനെ. ചോദ്യം 14. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ഡാഷ് ചെയ്തു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ദരിദ്രർക്ക് ദാനം ചെയ്തു. ചോദ്യം 15. വിതക്കാരന് എന്തു കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് നൽകുമെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ അപ്പവും. ചോദ്യം 16. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും ഡാഷ് സമൃദ്ധമാക്കുകയും ചെയ്യും. പൂരിപ്പിക്കുക. ഉത്തരം നിങ്ങളുടെ നീതിയുടെ വിളവ്. ചോദ്യം 17. ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 9:11 പറയുന്നത്? ഉത്തരം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്. ചോദ്യം 18.
എന്തെന്നാൽ ഡാഷ് വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു. പൂരിപ്പിക്കുക. ഉത്തരം: സേവനത്തിന്റെ ഈ ശുശ്രൂഷ. ചോദ്യം 19. എന്തിനോടുള്ള വിധേയത്വത്തെ പറ്റിയാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 9:13 പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള. ചോദ്യം 20. അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള ഡാഷ് വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും. പൂരിപ്പിക്കുക. ഉത്തരം: കൂട്ടായ്മയുടെ ഔദാര്യം. ചോദ്യം 21. നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന എന്തു നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം: ദൈവകൃപ. ചോദ്യം 22. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. അധ്യായവും വാക്യവും പറയുക. ഉത്തരം: 2 കൊരിന്തോസ് 9:15. ചോദ്യം 1. 2 കൊരിന്തോസ് അധ്യായം 10 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 18 വാക്യങ്ങൾ. ചോദ്യം 2. 2 കൊരിന്തോസ് അധ്യായം 10 ശീർഷകം എന്ത്? ഉത്തരം: പൗലോസിന്റെ ന്യായവാദം. ചോദ്യം 3. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റേടിയുമെന്ന് നിങ്ങൾ കരുതുന്നയാൾ എന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെപ്പറ്റിയാണ്? ഉത്തരം: പൗലോസ്ലീഹായെ പറ്റി. ചോദ്യം 4. 2 കൊരിന്തോസ് അധ്യായം 10 തുടക്കത്തിൽ അപ്പസ്തോലൻ താൻ എന്തിന്റെ പേരിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും. ചോദ്യം 5. ഞങ്ങളെ ഡാഷ് ആയി കരുതുന്ന ചിലരുണ്ട്. അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. പൂരിപ്പിക്കുക. ഉത്തരം: ജഡികന്മാരായി. ചോദ്യം 6. ഞങ്ങളെ ജഡികന്മാരായി കാണുന്നവരെ എങ്ങനെ നേരിടാമെന്ന ആത്മവിശ്വാസമുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ധീരമായി. ചോദ്യം 7. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്തിന് ഇടവരുത്തരുതേ എന്നാണ് അപ്പസ്തോലൻ അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം: എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ. ചോദ്യം 8. ഞങ്ങൾ ജീവിക്കുന്നത് എന്തിലാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:3 പറയുന്നത്? ഉത്തരം: ജഡത്തിൽ. ചോദ്യം 9. ഞങ്ങൾ എങ്ങനെയുള്ള പോരാട്ടമല്ല നടത്തുന്നത് എന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 10:3 പറയുന്നത്? ഉത്തരം: ജഡിക പോരാട്ടം. ചോദ്യം 10. ഞങ്ങളുടെ എന്ത് ജഡികമല്ല എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:4 പറയുന്നത്? ഉത്തരം: സമരായുധങ്ങൾ. ചോദ്യം 11. ഞങ്ങളുടെ സമരായുധങ്ങൾ ദൈവത്തിൽ ശക്തമായിരിക്കുന്നത് എന്തു തകർക്കാൻ വേണ്ടിയാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം: ദുർഗമങ്ങളായ കോട്ടകൾ. ചോദ്യം 12. എന്തിനെതിരായ വാദമുഖങ്ങളെ ഞങ്ങൾ തകർക്കുമെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:5 പറയുന്നത്? ഉത്തരം: ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ. ചോദ്യം 13. ഞങ്ങൾ എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്.
ചോദ്യം 14. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം ഞങ്ങൾ എന്തിനു സന്നദ്ധരായിരിക്കുകയാണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ. ചോദ്യം 15. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ എന്തു മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം: ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന്. ചോദ്യം 16. ഞങ്ങളുടെ എന്തിനെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:8 പറയുന്നത്? ഉത്തരം: ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി. ചോദ്യം 17. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് ഡാഷ് നൽകിയിരിക്കുന്നത്. പൂരിപ്പിക്കുക. ഉത്തരം: അധികാരം. ചോദ്യം 18. ലേഖനത്തിലൂടെ എന്തു ചെയ്യുന്നവനായി നിങ്ങൾ എന്നെ കണക്കാക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി. ചോദ്യം 19. എന്തെന്നാൽ ചിലർ പറയുന്നു, അവന്റെ ഡാഷ് ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ്. പൂരിപ്പിക്കുക. ഉത്തരം: ലേഖനങ്ങൾ. ചോദ്യം 20. അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. അധ്യായവും വാക്യവും പറയുക. ഉത്തരം: 2 കൊരിന്തോസ് 10:11. ചോദ്യം 21. ആരുടെ ഗണത്തിൽപ്പെടാനും ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനും ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 10:12 പറയുന്നത്? ഉത്തരം: ആത്മപ്രശംസ നടത്തുന്നവരുടെ. ചോദ്യം 22. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ എന്ന് അപ്പസ്തോലൻ പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം: ആത്മപ്രശംസ നടത്തുന്നവരെ പറ്റി. ചോദ്യം 23. ഞങ്ങൾ അതിരുകടന്ന് എന്തു ചെയ്യില്ല എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:13 പറയുന്നത്? ഉത്തരം: ആത്മപ്രശംസ ചെയ്യില്ല. ചോദ്യം 24. ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്തുമായാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിന്റെ സുവിശേഷം. ചോദ്യം 25. ഡാഷ് സ്വായത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. പൂരിപ്പിക്കുക. ഉത്തരം: അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം. ചോദ്യം 26. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഡാഷ് പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. പൂരിപ്പിക്കുക. ഉത്തരം: അധികാരമണ്ഡലം. ചോദ്യം 27. അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം: സുവിശേഷം പ്രസംഗിക്കാൻ. ചോദ്യം 28. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അധ്യായവും വാക്യവും പറയുക. ഉത്തരം: 2 കൊരിന്തോസ് 10:17. ചോദ്യം 29. സ്വീകാര്യൻ ആരാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:18 പറയുന്നത്? ഉത്തരം: കർത്താവ് പ്രശംസിക്കുന്നവൻ. ചോദ്യം 30. 2 കൊരിന്തോസ് 10:17 ഏതു പഴയ നിയമഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: ജെറമിയ 9:24. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറമിയ 9:24.
ചോദ്യം 1. 2 കോരിന്തോസ് അധ്യായം 11 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 33 വാക്യങ്ങൾ. ചോദ്യം 2. 2 കോരിന്തോസ് അധ്യായം 11 ശീർഷകം എന്ത്? ഉത്തരം കപട അപ്പസ്തോലന്മാർ. ചോദ്യം 3. എന്തു സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 11:1 പറയുന്നത്? ഉത്തരം അല്പം ഭോഷത്വം. ചോദ്യം 4. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്നോട് എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 11:1 പറയുന്നത്? ഉത്തരം സഹിഷ്ണുത. ചോദ്യം 5. എനിക്ക് നിങ്ങളോട് എങ്ങനെയുള്ള അസൂയ തോന്നുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ദൈവികമായ. ചോദ്യം 6. 2 കോരിന്തോസ് 11:2 അപ്പസ്തോലൻ സഭയെ ഉപമിക്കുന്നത് എന്തിനോടാണ്? ഉത്തരം നിർമ്മലയായ വധു. ചോദ്യം 7. ആരെ ചതിച്ചതുപോലെ എന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 11:3 പറയുന്നത്? ഉത്തരം സർപ്പം ഹവ്വായെ. ചോദ്യം 8. നിങ്ങളുടെ ചിന്തകൾ എന്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 11:3 പ്രകടിപ്പിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും. ചോദ്യം 9. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു ഡാഷ് ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ഡാഷ് നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു ഡാഷ് നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. പൂരിപ്പിക്കുക. ഉത്തരം യേശുവിനെ, ആത്മാവിനെ, സുവിശേഷം. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. ചോദ്യം 10. ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ലെന്നാണ് എന്റെ വിശ്വാസമെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 15:5 പറയുന്നത്? ഉത്തരം അപ്പസ്തോല പ്രമാണികളെക്കാൾ. ചോദ്യം 11. പ്രസംഗചാതുര്യം കുറവാണെങ്കിലും എന്തിൽ ഞാൻ പിന്നോക്കമല്ല എന്നാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 11:6 പറയുന്നത്? ഉത്തരം അറിവിൽ. ചോദ്യം 12. ദൈവത്തിന്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് എന്തിനു വേണ്ടിയാണെന്നാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 11:7 പറയുന്നത്? ഉത്തരം നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി. ചോദ്യം 13. നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം കവർച്ച ചെയ്യുകയായിരുന്നു. ചോദ്യം 14. നിങ്ങളുടെ കൂടെയായിരുന്ന സമയത്ത് എനിക്ക് ഞെരുക്കമുണ്ടായപ്പോൾ എന്നെ സഹായിച്ചത് ആരാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം മക്കെദോനിയയിൽ നിന്നുള്ള സഹോദരർ. ചോദ്യം 15. ഡാഷ് എന്നിലുള്ളതുകൊണ്ട് എന്റെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം ക്രിസ്തുവിന്റെ സത്യം. ചോദ്യം 16.
അത്ഭുതപ്പെടേണ്ട. ഡാഷ് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. പൂരിപ്പിക്കുക. ഉത്തരം പിശാച് പോലും. ചോദ്യം 17. നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നവരുടെ പരിണാമം എന്തിനനുസൃതമായിരിക്കുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം അവരുടെ പ്രവൃത്തികൾ. ചോദ്യം 18. എന്നെ എന്തായി കരുതരുതെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:16 പറയുന്നത്? ഉത്തരം ഭോഷനായി. ചോദ്യം 19. എനിക്ക് എന്തു ചെയ്യേണ്ടതിന് എന്നെ ഭോഷനായി തന്നെ സ്വീകരിക്കുവിനെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:16 പറയുന്നത്? ഉത്തരം ആത്മപ്രശംസ ചെയ്യേണ്ടതിന്. ചോദ്യം 20. കർത്താവിന്റെ അധികാരത്തോടെയല്ല, പ്രത്യുത ഡാഷിൽ ഉള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ഭോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. പൂരിപ്പിക്കുക. ഉത്തരം ആത്മപ്രശംസയിലുള്ള. ചോദ്യം 21. ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് എങ്ങനെ സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് 2 കൊരിന്തോസ് 11:19 അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം സന്തോഷപൂർവം. ചോദ്യം 22. 2 കൊരിന്തോസ് 11:20 പറഞ്ഞിരിക്കുന്ന നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരെ 19-ാം വാക്യത്തിൽ അപ്പസ്തോലൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം വിഡ്ഢികൾ. ചോദ്യം 23. ഞാൻ ക്രിസ്തുവിന്റെ എങ്ങനെയുള്ള ദാസനാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:22 പറയുന്നത്? ഉത്തരം കുറെ കൂടെ മെച്ചപ്പെട്ട ദാസൻ. ചോദ്യം 24. യഹൂദരുടെ കൈകളിൽ നിന്ന് എത്ര പ്രാവശ്യം അടികൊണ്ടു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം 5 പ്രാവശ്യം. ചോദ്യം 25. യഹൂദരുടെ കൈകളിൽ നിന്ന് 5 പ്രാവശ്യമായി എത്ര അടി വീതം കൊണ്ടു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം 40 അടി വീതം. ചോദ്യം 26. 5 പ്രാവശ്യമായി ഒന്നു കുറയാതെ 40 അടി വീതം തനിക്ക് കിട്ടിയെന്ന് അപ്പസ്തോലൻ പറയുന്നത് ആരുടെ കൈകളിൽ നിന്നാണ്? ഉത്തരം യഹൂദരുടെ. ചോദ്യം 27. 2 കൊരിന്തോസ് 11:25 അനുസരിച്ച് അപ്പസ്തോലൻ കല്ലെറിയപ്പെട്ടത് എത്ര തവണയാണ്? ഉത്തരം 1 തവണ. ചോദ്യം 28. 2 കൊരിന്തോസ് 11:25 അനുസരിച്ച് അപ്പസ്തോലൻ കപ്പൽ അപകടത്തിൽപ്പെട്ടത് എത്ര തവണയാണ്? ഉത്തരം 3 തവണ. ചോദ്യം 29. 2 കൊരിന്തോസ് 11:25 അനുസരിച്ച് അപ്പസ്തോലൻ വടികൊണ്ടടിക്കപ്പെട്ടത് എത്ര തവണയാണ്? ഉത്തരം 3 തവണ. ചോദ്യം 30. 2 കൊരിന്തോസ് 11:25 അനുസരിച്ച് അപ്പസ്തോലൻ കപ്പലപകടത്തിൽപ്പെട്ട് കടലിൽ ഒഴുകി നടന്നത് എത്ര ദിവസമാണ്? ഉത്തരം 1 രാത്രിയും 1 പകലും. ചോദ്യം 31. താൻ അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ എണ്ണി എണ്ണി പറയുന്ന പൗലോസ്ലീഹ ഇവയ്ക്കെല്ലാം പുറമെ തന്നെ അനുദിനം അലട്ടിയിരുന്നത് എന്തായിരുന്നു എന്നാണ് അവസാനം പറയുന്നത്? ഉത്തരം സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ. ചോദ്യം 32.
ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് ഡാഷ് പൂരിപ്പിക്കുക? ഉത്തരം എന്റെ ഹൃദയം കത്തിയെരിയാത്തത്. ചോദ്യം 33. എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രശംസിക്കുക എന്തിനെക്കുറിച്ചായിരിക്കുമെന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 11:30 പറയുന്നത്? ഉത്തരം എന്റെ ബലഹീനതകളെ കുറിച്ച്. ചോദ്യം 34. ഞാൻ എന്തു ചെയ്യുകയല്ല എന്ന് കർത്താവായ യേശുവിന്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:31 പറയുന്നത്? ഉത്തരം വ്യാജം പറയുകയല്ലെന്ന്. ചോദ്യം 35. ദമാസ്കസിൽ വെച്ച് അപ്പസ്തോലനെ പിടികൂടുന്നതിനു വേണ്ടി ദമാസ്കസ് നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം അരേത്താസ് രാജാവിന്റെ ദേശാധിപതി. ചോദ്യം 36. പൗലോസ്ലീഹായെ പിടികൂടുന്നതിനു വേണ്ടി അരേത്താസ് രാജാവിന്റെ ദേശാധിപതി കാവൽ ഏർപ്പെടുത്തിയ നഗരം ഏതാണ്? ഉത്തരം ദമാസ്കസ്. ചോദ്യം 1. 2 കൊരിന്തോസ് അധ്യായം 12 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 21 വാക്യങ്ങൾ. ചോദ്യം 2. 2 കൊരിന്തോസ് അധ്യായം 12 ശീർഷകം എന്ത്? ഉത്തരം ദർശനങ്ങളും വെളിപാടുകളും. ചോദ്യം 3. എനിക്ക് എന്തു ചെയ്യാൻ പലതുമുണ്ടെന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 12:1 പറയുന്നത്? ഉത്തരം ആത്മപ്രശംസ ചെയ്യാൻ. ചോദ്യം 4. ഒരു നേട്ടവും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാമെന്ന് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 12:1 പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം ആത്മപ്രശംസ ചെയ്യുന്നത്. ചോദ്യം 5. ആത്മപ്രശംസ കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകില്ലെന്നറിയാമെന്ന് പറയുന്ന അപ്പസ്തോലൻ ഞാൻ മറ്റെന്തിലേക്ക് കടക്കട്ടെ എന്നാണ് തുടർന്ന് പറയുന്നത്? ഉത്തരം കർത്താവിന്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും. ചോദ്യം 6. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാമെന്ന് പൗലോസ്ലീഹ പറയുന്നത് എത്ര വർഷം മുൻപാണ്? ഉത്തരം 14 വർഷം. ചോദ്യം 7. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ ഉയർത്തപ്പെട്ടത് എന്ന് ആർക്ക് മാത്രമേ അറിയൂ എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം ദൈവത്തിന്. ചോദ്യം 8. 14 വർഷം മുൻപ് ഉയർത്തപ്പെട്ട മനുഷ്യൻ എവിടേക്ക് ഉയർത്തപ്പെട്ടതായി എനിക്കറിയാമെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 12:3 പറയുന്നത്? ഉത്തരം പറുദീസായിലേക്ക്. ചോദ്യം 9. അവാച്യവും ഡാഷും ആയ കാര്യങ്ങൾ അവൻ കേട്ടു. പൂരിപ്പിക്കുക. ഉത്തരം മനുഷ്യന് വിവരിച്ചുകൂടാത്തതും. ചോദ്യം 10. ഉയർത്തപ്പെട്ട മനുഷ്യനെക്കുറിച്ച് ഞാൻ എന്തു ചെയ്യുമെന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 12:5 പറയുന്നത്? ഉത്തരം അഭിമാനം കൊള്ളും. ചോദ്യം 11.
എന്നെക്കുറിച്ച് എന്തിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളില്ല എന്നാണ് പൗലോസ്ലീഹ 2 കോറിന്തോസ് 12:5 പറയുന്നത്. ഉത്തരം സ്വന്തം ബലഹീനതകളിൽ. ചോദ്യം 12. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ എന്താവുകയില്ല എന്നാണ് അപ്പസ്തോലൻ 2 കോറിന്തോസ് 12:6 പറയുന്നത്. ഉത്തരം ഭോഷൻ. ചോദ്യം 13. ആത്മപ്രശംസ ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഭോഷനാവുകയില്ല എന്ന് അപ്പസ്തോലൻ പറയാൻ കാരണം എന്താണ്? ഉത്തരം ഞാൻ സംസാരിക്കുന്നത് സത്യമായതുകൊണ്ട്. ചോദ്യം 14. എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ എന്തൊഴിവാക്കുന്നുവെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം ആത്മപ്രശംസ. ചോദ്യം 15. തന്റെ ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന്. ചോദ്യം 16. എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം പിശാചിന്റെ ദൂതൻ. ചോദ്യം 17. തന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ തന്നെ വിട്ടകലാൻ അപ്പസ്തോലൻ എത്ര പ്രാവശ്യമാണ് കർത്താവിനോട് അപേക്ഷിച്ചത്? ഉത്തരം 3 പ്രാവശ്യം. ചോദ്യം 18. പിശാചിന്റെ ദൂതൻ തന്നെ വിട്ടകലാൻ പ്രാർത്ഥിച്ച അപ്പസ്തോലനോട് കർത്താവ് എന്താണ് അരുൾ ചെയ്തത്? ഉത്തരം നിനക്ക് എന്റെ കൃപ മതി. ചോദ്യം 19. തന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്തിലാണെന്നാണ് പൗലോസ് അപ്പസ്തോലൻ 2 കോറിന്തോസ് 12:9 പറയുന്നത്? ഉത്തരം എന്റെ ബലഹീനതയിൽ. ചോദ്യം 20. ഡാഷ് എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. പൂരിപ്പിക്കുക. ഉത്തരം ക്രിസ്തുവിന്റെ ശക്തി. ചോദ്യം 21. എത്ര കാര്യങ്ങളിൽ താൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണെന്നാണ് പൗലോസ്ലീഹ 2 കോറിന്തോസ് 12:10 പറയുന്നത്? ഉത്തരം 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ ഇവയാണ്: ബലഹീനതകൾ, ആക്ഷേപങ്ങൾ, ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ, അത്യാഹിതങ്ങൾ. ചോദ്യം 22. എപ്പോഴാണ് താൻ ശക്തനായിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ 2 കോറിന്തോസ് 12:10 പറയുന്നത്? ഉത്തരം ബലഹീനനായിരിക്കുമ്പോൾ. ചോദ്യം 23. ഞാനൊരു ഭോഷനായി പോയല്ലോ, നിങ്ങളാണ് അതിന് കാരണക്കാർ. എന്തെന്നാൽ നിങ്ങൾ എന്നെ ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം പ്രശംസിക്കേണ്ടവരായിരുന്നു. ചോദ്യം 24. എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തോലിന് ചേർന്ന എന്ത് നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം അടയാളങ്ങൾ. ചോദ്യം 25. തെളിവുകളോടും ഡാഷിനോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു. പൂരിപ്പിക്കുക. ഉത്തരം അത്ഭുതങ്ങളോടും. ചോദ്യം 26. ഞാൻ എത്രാമത്തെ തവണ നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് അപ്പസ്തോലൻ 2 കോറിന്തോസ് 12:14 പറയുന്നത്?
ഉത്തരം മൂന്നാം പ്രാവശ്യം. ചോദ്യം 27. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ്. അധ്യായവും വാക്യവും പറയുക. ഉത്തരം 2 കൊരിന്തോസ് 12:14. ചോദ്യം 28. ഞാൻ അതീവ സന്തോഷത്തോടെ ഡാഷ് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. പൂരിപ്പിക്കുക. ഉത്തരം നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി. ചോദ്യം 29. 2 കൊരിന്തോസ് 12:18 അനുസരിച്ച് അപ്പസ്തോലൻ നിർബന്ധിച്ചയച്ചത് ആരെയാണ്? ഉത്തരം തീത്തോസിനെ. ചോദ്യം 30. 2 കൊരിന്തോസ് 12:18 തീത്തോസിനെ പറ്റി പറയുന്ന അപ്പസ്തോലൻ ഞങ്ങൾ പ്രവർത്തിച്ചത് എങ്ങനെയായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഒരേ ആത്മാവിൽ. ചോദ്യം 31. വീണ്ടും നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവം തന്നെ എന്തു ചെയ്യുമോ എന്ന ഭയമാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 12:21 പ്രകടിപ്പിക്കുന്നത്. ഉത്തരം നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന്. ചോദ്യം 32. എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും ഡാഷിനെ കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. പൂരിപ്പിക്കുക. ഉത്തരം വിഷയാസക്തിയെ. ചോദ്യം 1. 2 കൊരിന്തോസ് അധ്യായം 13 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 13 വാക്യങ്ങൾ. ചോദ്യം 2. 2 കൊരിന്തോസ് അധ്യായം 13 ശീർഷകം എന്ത്? ഉത്തരം മുന്നറിയിപ്പുകൾ. ചോദ്യം 3. ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് എത്രാമത്തെ തവണയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:1 പറയുന്നത്? ഉത്തരം 3-ാം പ്രാവശ്യം. ചോദ്യം 4. ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:1 പറയുന്നത്? ഉത്തരം 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. ചോദ്യം 5. ഞാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആർക്കൊക്കെയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:2 പറയുന്നത്? ഉത്തരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. ചോദ്യം 6. എന്റെ 2-ാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എന്റെ ഡാഷിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു. പൂരിപ്പിക്കുക. ഉത്തരം അസാന്നിധ്യത്തിലും. ചോദ്യം 7. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയുള്ള തെളിവാണല്ലോ എന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 13:3 ചോദിക്കുന്നത്? ഉത്തരം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന്. ചോദ്യം 8. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ് എന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം ക്രിസ്തുവിനെ പറ്റി. ചോദ്യം 9. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എങ്ങനെയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:4 പറയുന്നത്? ഉത്തരം ബലഹീനതയിൽ. ചോദ്യം 10. ഞങ്ങൾ ക്രിസ്തുവിൽ എങ്ങനെയാണെന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 13:4 പറയുന്നത്? ഉത്തരം ബലഹീനരാണ്. ചോദ്യം 11.
ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കുന്നത് എപ്പോഴാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം: നിങ്ങളോട് പെരുമാറുമ്പോൾ. ചോദ്യം 12. നിങ്ങൾ എന്തു പരിശോധിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:5 പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന്. ചോദ്യം 13. നിങ്ങൾക്ക് എന്തു ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം: യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന്. ചോദ്യം 14. നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:6 പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം: ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന്. ചോദ്യം 15. നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 13:7 പറയുന്നത്? ഉത്തരം: നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന്. ചോദ്യം 16. ഞങ്ങൾ പരീക്ഷയിൽ പരാജിതരായി കാണപ്പെട്ടാൽ പോലും നിങ്ങൾ എന്തു ചെയ്യണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. ചോദ്യം 17. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യുന്നുവെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം: സന്തോഷിക്കുന്നു. ചോദ്യം 18. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:9 പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി. ചോദ്യം 19. ഞാൻ വരുമ്പോൾ ഡാഷ് പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു. പൂരിപ്പിക്കുക. ഉത്തരം: കാർക്കശ്യത്തോടെ അധികാരം. ചോദ്യം 20. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 13:10 പറയുന്നത്? ഉത്തരം: നിങ്ങളെ വളർത്തിയെടുക്കാൻ. ചോദ്യം 21. 2 കൊരിന്തോസ് അധ്യായം 13, 11 മുതൽ 13 വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത്? ഉത്തരം: അഭിവാദനങ്ങൾ. ചോദ്യം 22. അവസാനത്തെ അഭിവാദനത്തിൽ കോരിന്തോസിലെ സഹോദരരോട് നിങ്ങളെ തന്നെ എന്തു ചെയ്യാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: നവീകരിക്കുവിൻ. ചോദ്യം 23. അവസാന അഭിവാദനത്തിൽ നിങ്ങൾ എന്തു സ്വീകരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: എന്റെ ആഹ്വാനം. ചോദ്യം 24. അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എന്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഡാഷ് ആയിരിക്കുവിൻ. പൂരിപ്പിക്കുക. ഉത്തരം: ഏകമനസ്കരായിരിക്കുവിൻ. ചോദ്യം 25. പൗലോസ്ലീഹ തന്റെ അഭിവാദനത്തിൽ കോരിന്തോസുകാരോട് എങ്ങനെ ജീവിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്? ഉത്തരം: സമാധാനത്തിൽ ജീവിക്കുവിൻ. ചോദ്യം 26. ആര് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നാണ് അപ്പസ്തോലൻ തന്റെ അഭിവാദനത്തിൽ ആശംസിക്കുന്നത്? ഉത്തരം: സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം. ചോദ്യം 27. പരസ്പരം അഭിവാദനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:12 പറയുന്നത്? ഉത്തരം: വിശുദ്ധ ചുംബനം കൊണ്ട്. ചോദ്യം 28. ആരെല്ലാം നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:12 പറയുന്നത്?
ഉത്തരം വിശുദ്ധരെല്ലാവരും.